ഭൂനിയമ ഭേദഗതി ബിൽ വിജ്ഞാപനം പുറത്തുവന്നെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. ചട്ടലംഘനങ്ങളുടെ ക്രമവൽക്കരണത്തിലെ ഫീസ് നടപടികൾ തുടങ്ങിയവയിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. അതേസമയം CPIM അനധികൃതമായി കെട്ടിപ്പൊക്കിയ പാർട്ടി ഓഫീസുകൾക്കും വൻകിട മുതലാളിമാർക്കും മാത്രമേ ഭൂനിയമ ഭേദഗതി ഗുണം ചെയ്യൂ എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഭൂനിയമ ഭേദഗതി നിയമമാകുന്നതോടെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. 2019 ഭൂപതിവ് ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ വിലക്കി സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പ് വരെ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. തദ്ദേശ വകുപ്പുകളുടെ അനുമതിയോടെയായിരുന്നു നിർമ്മാണങ്ങൾ. നിർമ്മാണ നിരോധനത്തിന് ശേഷമാണ് ചട്ടലംഘനത്തിൽ നടപടികൾ ആരംഭിച്ചത്. നിലവിൽ ഭൂനിയമ ഭേദഗതി നടപ്പിലാകുന്നതോടെ 2019 മുമ്പ് നിർമ്മിക്കപ്പെട്ട ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമായി മാറുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. ഇങ്ങനെയുള്ള ചട്ടലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ ഫീസ് ഈടാക്കുന്ന നടപടി വൻ അഴിമതിക്ക് കളമൊരുക്കുമെന്നും ആരോപണമുണ്ട്. കാലങ്ങളായി ഇവിടെ വീടുകളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നു. ഇപ്പോഴതാണ് സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് മാത്രമല്ല, സർക്കാർ പറഞ്ഞ് സർക്കാരിന്റെ നിയമം അനുസരിച്ച് നിർമ്മാണം നടത്തി ആ നിർമ്മാണത്തിന് സർക്കാർ പറയുന്ന ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്ന ജനങ്ങളോട്, കർഷകരോട്, സാധാരണപ്പെട്ടവരോട് പറയുന്നത് നിങ്ങളെല്ലാം ചട്ടലംഘനം നടത്തി എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമവൽക്കരിക്കുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതാണ് നിയമ ഭേദഗതി ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഭേദഗതി ചെയ്യാനായിട്ട് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ എത്ര ഫീസ് വേണേലും ഈടാക്കിക്കൊണ്ട് ആ കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം. 1500 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാൻ അപേക്ഷാ ഫീസ്, ക്രമവൽക്കരണ ഫീസ് എന്നിവ ഈടാക്കുന്നതിന് പുറമെ സെസ്, വാർഷിക സെസ്, ഹരിത നികുതി എന്നിവയും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. LA പട്ടയത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചവരെ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട്. ഭേദഗതി നിയമമായി എത്തിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തതയുണ്ടാകൂ. ജനം, ഇടുക്കി.